അപ്പം മോശേ സ്കൂളിലെ PTM മമ്മി വരുമ്പോ നിനക്ക് പേടി വരാറുണ്ടോ? എന്തുകൊണ്ട് പേടിക്കാറുണ്ടോ സ്കൂളിൽ PT മീറ്റിംഗ് ആവുമ്പോ? ഇനി അപ്പൊ മമ്മി വരുന്നതാണോ പപ്പ വരുന്നതാണോ ഇഷ്ടം സ്കൂളില്? പപ്പ. എനിക്കും. വാപ്പച്ച വന്നാ ഞാൻ അറിയാം. വാപ്പച്ച വന്ന് നോക്കി ഒപ്പിട്ട് വാപ്പച്ച പോകും. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടം അറിയോ മോട്ടിക്കായി കിട്ടും. എന്താന്നറിയോ, തിരിച്ചു പോകാൻ തിരിച്ച് വിരലും മേടിച്ചോണ്ട് വീട്ടിൽ പോകാൻ പറ്റും. അതിന്റെ കഥയുണ്ട്. മാർക്ക് കുറഞ്ഞാൽ ഇന്ന് വരെ നിന്നെ അടിച്ചിട്ടില്ല. അത് നീ പറയരുത്. അപ്പൊ അടി കൊണ്ടത് എന്തിനാന്നും കൂടി അങ്ങ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ മനസ്സിലാവും. എന്തിനാ പറയുക അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന. മുമ്മൂന്റെ സ്കൂളിൽ PTM മീറ്റിങ്ങിന് വിദ്യാരംഭത്തിൽ പോയി. അപ്പൊ മാർക്കൊക്കെ കുറവാണ്, സ്വാഭാവികം, കുഴപ്പമില്ല. ഒത്തിരി കുറവല്ല കേട്ടോ. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇവള് ഇവിടെ കർണാടകയിൽ നിന്ന് അവിടെ വന്ന പടി. അപ്പം ഏറ്റവും കുറവ് മലയാളത്തിലായിരുന്നു. മലയാളത്തിൽ കുറവ്. ഭാഗ്യമില്ലാതെ അതങ്ങ് നിറഞ്ഞു കിടന്നു. നിറഞ്ഞു കിടന്നില്ലെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നു. അത്യാവശ്യം മാർക്ക് കുറഞ്ഞോ ഞാൻ എന്നിരുന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ അടുത്ത് വീട്ടിൽ വായിക്കുന്ന ടീച്ചർ പറഞ്ഞ ഹോംവർക്ക് ഒക്കെ ചെയ്യാറുണ്ട്, വായിച്ച് ഒപ്പിടിപ്പിച്ചോണ്ട് വരാറുണ്ട്. അതിനകത്ത് പിടിച്ച് പക്ഷെ ആരാ മാം ഒപ്പിടുന്നത്? ഞാൻ വീട്ടിലില്ല, ഞാനപ്പം കോഴിക്കോടാ. അതുപോലെ ആരാ അമ്മ ഒപ്പിട്ട് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. എനിക്ക് 100% ഉറപ്പ്. അല്ല, ചിലപ്പോഴൊക്കെ ഇട്ട് വരുമായിരുന്നു കേട്ടോ. ചിലപ്പോഴേ, വല്ലപ്പോഴും, എപ്പോഴും. ഇടയ്ക്ക് എപ്പോഴോ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്കറിയത്തില്ല. എനിക്കറിയാം അത് കള്ളമാണ്. അപ്പം ഞാൻ ടീച്ചറിനോടൊന്നും പറഞ്ഞില്ല. ടീച്ചർ ഇനി പഠിക്കുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു പോയി ഇറങ്ങി. മോട്ടിയും ഞാനും കൂടിയ PT മീറ്റിങ്ങിന് പോയ. ഞാനില്ലായിരുന്നു, ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. പോയത് ഞങ്ങൾ ഒന്നിച്ചല്ലേ. ഈ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും മാത്രം പോയിട്ട് വന്നേ. അല്ലല്ല, നീ എന്റെ കൂടെ ഉണ്ട്. നീ അപ്പൊ ചൂല അതത് വേറെ കാര്യത്തിന്, അത് വേറെ കാര്യത്തിന് കിട്ടിയേ. വേറെ വേറെ വർഷം ആണ്, എനിക്ക് ഓർമ്മയുണ്ട്. അതിന് വേറെ എന്തോ ആയിരുന്നു. അത് എന്തുവാ, അത് ക്ലാസ് കട്ട് ചെയ്യുന്നതിനോ അതിനങ്ങാണ്ടല്ലായിരുന്നു. ക്ലാസ് കട്ട് ചെയ്തു? അല്ലെ, ഞാൻ ഡിഗ്രി കാലയളവിൽ പോലും ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല. സീരിയസ്ലി. ഓക്കെ, പക്ഷെ അതല്ല, അതിനല്ല എനിക്ക് അന്ന് അടിയിട്ടത്, അതിനല്ലായിരുന്നു. അല്ല, നീയും ഞാനും മോട്ടിയൂടി പോകുന്ന സമയത്താണ് നിന്നെ കൊണ്ട് തന്നെയാണ് ഞാൻ മേടിപ്പിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുമ്മൂന് കാശും കൊടുത്തിട്ട് പറഞ്ഞു മക്കള് പോയി ഏറ്റവും നല്ല കമ്പെടുത്തോണ്ട് വരാൻ. അതിനല്ല എനിക്കത് കിട്ടിയത്. അന്ന് എനിക്കത് കിട്ടിയത് അതിനല്ല. എനിക്ക് ഒപ്പിട്ടതിന്, അങ്ങനെ കള്ളൊപ്പിട്ടുകൊണ്ട് വന്നതിന് അടി കിട്ടിയത് കുട്ടും മോട്ടിക്കായി മാത്രം പോയിട്ട് വന്നു. ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴും ഞാൻ ഉറങ്ങുമായിരുന്നു. അല്ല, അത് രാവിലെ അപ്പൊ വരെയും ഞാൻ കിടന്നുറങ്ങിയായിരുന്നു. ഇത്തി വന്ന് ചൂരിൽ മേടിച്ചോണ്ട് വന്നത്. ഇത്തി ചൂരിൽ മേടിച്ചോണ്ട് വന്നതാണ്. എന്നിട്ട് എന്റെ ചന്തിക്ക് ഒരെണ്ണം ആദ്യം തന്നു അടി. അതിനുശേഷമാണ് എന്തിനാണ് ഇത്തി ചോദിക്കുമ്പോഴത്തേക്ക് ഇത്തി പറയുന്നത് നിനക്ക് ആരടി ഒപ്പിട്ടിരുന്നേന്ന് ചോദിച്ചു. യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയില്ലയോ? അപ്പൊ പിന്നെ നിന്നെ കൊണ്ട് ചൂല് മേടിപ്പിച്ച എന്തോത്തിനാ? അത് ഞാൻ ആലോചിക്കുന്നു, പക്ഷെ എന്തിനാന്ന് എനിക്ക് ഓർക്കുന്നില്ല. അത് രണ്ട് ഓർമ്മകൾ ഒരുമിച്ച് കണക്ട് ആവുന്നതായിത്തേക്ക്. പക്ഷെ എനിക്ക് രണ്ടാമത് എനിക്ക് ആ ഒറ്റ ഓർമ്മയുള്ളൂ നിന്നെ അടിച്ചത്. എനിക്ക് നിന്നെ ആകെ ഞാൻ 3 തവണ അടിച്ചതേ ഓർമ്മയുള്ളൂ. കുറെ പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. എനിക്കത് ഓർമ്മയുള്ളെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ അടിയല്ലേ അടി. പിന്നെ ചൂരില്ല കമ്പൊക്കെ വെട്ടി അടിക്കാൻ ഞാൻ ഇതുവരെ അവർക്ക് വേണ്ടി കമ്പ് വിട്ടാൻ ഞാൻ പോയിട്ടില്ല. ഏറ്റവും നല്ലത് അതിലൊക്കെ പക്കേട്ടോ പറഞ്ഞ കാര്യം. ഓണസ്റ്റാ, ഭയങ്കര ഓണസ്റ്റാ. ഞാൻ പറയുള്ളൂ മുമ്മൂസ് നല്ലൊരു കമ്പെടുത്തോണ്ടോ, നല്ല കൃത്യം നല്ല കിടിലം കമ്പെടുത്തോണ്ട് വരും, അടിയും മേടിക്കും, ഇരിക്കും, സുഖം. അതിന് ചേച്ചി അറിയാൻ പറ്റി പുളി എടുത്തോണ്ട് വന്നു വേണോ മോളെ ചോദിക്കും. അതൊക്കെ അത്ര അടിച്ച് അവിടെ കഴിഞ്ഞു. നിനക്ക് പഠിക്കാന്നല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ PTM ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ PTM ആയിരുന്നു. അപ്പം എൻ്റെ സ്കൂളിലെ പിള്ളേരുടെയൊക്കെ ഞാൻ ഭയങ്കര കമ്പനിയാണ്. അമ്മമാരെല്ലാ രഹസ്യങ്ങളും വന്ന് എന്നോട് പറയും. അമ്മമാർ മിഠായി എല്ലാ ദിവസവും എനിക്ക് മിഠായി മേടിച്ചിട്ട് തരും, പൂ കൊണ്ടുതരും. ഇവന്മാരെ എൻ്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആക്കി. കൊറിയൻ ബോയ്സ് നിങ്ങൾക്ക് കുറേക്കാർ, ഞങ്ങൾക്ക് എൻ്റെ ഞങ്ങളുടെ പിള്ളേർ. ഇവന്മാർ നമ്മൾ ഇരിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് സീറ്റൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ എനിക്ക് വയ്യ. ഇവനൊക്കെ വലുതാകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയാൽ മതിയായിരുന്നു. ആന്തോട്ടെ ഇവന്മാരോട്. അപ്പം PTM ആണെന്ന് ഞാൻ ആദ്യം ഇവനൊക്കെ പോയി ഞാൻ ചെന്ന് കളിയാക്കി. ഇന്ന് അച്ഛന്മാരുടെ എല്ലാ എണ്ണത്തിനും കിട്ടുമെന്നുള്ള പറഞ്ഞിട്ടിരുന്ന സമയത്ത് ഒരുത്തൻ്റെ അച്ഛൻ വന്നു.
പുള്ളി ഗേറ്റിനടുത്ത് കണ്ടപ്പോഴും ഇവൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. പുള്ളി ഗേറ്റിനടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഇവൻ എന്നെ കണ്ടതാ എനിക്കിപ്പോൾ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ കൈ കെട്ടി. അന്നേരം അവൻ കൈ കെട്ടി തുടങ്ങിയതാ. അന്നേരം കൈ കെട്ടി നിന്ന് പറിക്കാൻ തുടങ്ങിയതാ. ഞാൻ അവനെ കണ്ട ആദ്യമേ ഞാൻ കുറെ ചിരിച്ച്. ആദ്യത്തേക്ക് ഇവൻ അച്ഛൻ പേപ്പർ ഒന്ന് നോക്കി. ഇവൻ അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, അവൻ വഴക്കൊന്നും പറയുന്നില്ല, ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നില്ല, ഒന്നുമില്ല. പുള്ളി പേപ്പർ നോക്കി. ഇവനാണെങ്കിൽ ഇവിടെ നിന്ന് വിറയ്ക്കുക. ലാസ്റ്റ് എനിക്ക് പേടിയായി, അത് ഇനി ഇവരെങ്ങാണം വല്ലതും ചെയ്യുമോ. എന്നിട്ട് പുള്ളിയാണെങ്കിൽ ഒന്നും പറയാതെ ഒപ്പിട്ടിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. ചെറുക്കനെ വിളിച്ചോണ്ട് പോയില്ലേ? ചെറുക്കൻ പിന്നാലെ പോയിട്ട് ചെറുക്കൻ നേരെ പറഞ്ഞു, മാം ഇന്ന് എനിക്ക് പൈപ്പിന് കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വീട്ടിൽ പൈപ്പ് കൊണ്ട് പൈപ്പിന് നടിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നും പറയണോ എനിക്കൊക്കെ സങ്കടം. ലാസ്റ്റ് ഇവന്മാരൊക്കെ ഞാൻ കളിയാക്കിയെങ്കിലും ലാസ്റ്റ് ഇവന്മാരൊക്കെ അച്ഛന്മാർ വരുന്നപ്പോഴേക്ക് എനിക്ക് പേടി. ഇവന്മാർക്ക് ഞാൻ നോക്കുമ്പോൾ ആർക്കാണോ മാർക്ക് കുറവ് ഇവരുടെ അച്ഛൻ വരുമ്പോഴത്തേക്ക് ഞാൻ നിന്ന് ഉറയ്ക്കാൻ തുടങ്ങി ലാസ്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാപ്പായുമായൊന്നും പി ടി വേണ്ടി എനിക്ക് പേടിയില്ലായിരുന്നു. ഉമ്മ വരുമ്പോ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അതേ ഉള്ളു, അല്ലാതൊന്നുമില്ല. പേടിയില്ല, അടിക്കത്തൊന്നുമില്ല. നമ്മളെ മാർക്ക് കുറഞ്ഞ നമ്മൾ അടിക്കത്തൊന്നുമില്ല. ഉമ്മച്ചി ഒപ്പിട്ടരുത്തില്ല മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഈ മാർക്ക് കുറഞ്ഞ ഒപ്പിട്ടരുത്തുമ്പോൾ എനിക്കിപ്പോൾ ഒരു 20-ൽ 5 മാർക്ക് അങ്ങനെ ഒപ്പിട്ടരാത്തല്ല, 20-ൽ 24 കിട്ടാനൊക്കെ എനിക്ക് ഒപ്പിട്ടരാത്ത. 20-ൽ 24. ഓ 20-ൽ 19 അങ്ങനെ എൻ്റെ മുറ്റ സൈക്കോ മൈൻഡ് ആയിരുന്നു. അതായത് പക്ഷേ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു ദിവസം 10-ൽ 4 കിട്ടി. അത് ഉമ്മച്ചയ്ക്ക് പിന്നെ മനസ്സിലായി. 5 കിട്ടിയിട്ട് എനിക്ക് ഒപ്പിട്ടത്. അതെന്താ അറിയാം, അത് പിന്നെ നമുക്ക് മനസ്സിലായി. എന്തുവാ ഈ പഠിപ്പിലൊന്നും വലിയ കാര്യമില്ല, മാർക്കിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മാർക്ക് നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ഓണപരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നിച്ച് പേപ്പർ വരുന്നത്. നമ്മൾ ആദ്യം 20 ഫുൾ മാർക്കുള്ളതൊക്കെ ആദ്യം വെക്കും. 25 വെച്ചിട്ട് ലാസ്റ്റ് കുറഞ്ഞ് ഈ 20 ഫുൾ മാർക്കുള്ളതിന് മാത്രം ഉമ്മിച്ചൊപ്പിടും. മാർക്ക് 1-2 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മിച്ചൊപ്പിടത്തില്ല. അത് ഞാൻ കൊണ്ട് വാപ്പയെ കാണിക്കും, വാപ്പ ഒപ്പിട്ട് വരും. അതായിരുന്നു വേണ്ടി. മദ്രസയിൽ എന്തുവാ ഇതുപോലെ എക്സാം നടത്തി. മദ്രസയിൽ എക്സാം നടത്തിയിട്ട് എന്തുവാ മാർക്ക് എന്തോരോ കുറവായിരുന്നു. മാർക്ക് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കുറവായിട്ട് ഉസ്താദ് പറഞ്ഞ് എല്ലാവരും വാപ്പാമാരെ കൊണ്ട് ഒപ്പിടിപ്പിക്കണം, ഉമ്മമാരെ കൊണ്ട് ഒപ്പിടിപ്പിക്കരുത്. എനിക്ക് സന്തോഷം. ഉമ്മയെ കൊണ്ട് അങ്ങനെ ഒപ്പിടിപ്പിക്കാൻ പറഞ്ഞാൽ തീർന്ന്, മുച്ചൊപ്പിട്ടെടുത്തില്ല. മാർക്ക് കുറെ വാപ്പയെ കൊണ്ട് പിടിപ്പിച്ച്. വാപ്പ ഒന്നും പറയത്തില്ല. നോക്കും എന്തിയേ എന്ന് ചോദിക്കും, എന്നിട്ട് ഒപ്പിട്ട് എന്റെ അടുത്ത് അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. വാപ്പ നോക്കി ചിരിക്കും, നോക്കി ചിരിച്ചിട്ട് ബാക്കി മാർക്ക് എന്തിയേ അത് എന്റെ അടുത്തൊന്നും ചോദിക്കത്തില്ല, എനിക്ക് ഒപ്പിട്ട് വരും. എന്നിട്ടാണെങ്കിൽ അത് വാപ്പച്ച എനിക്ക് വാപ്പയോട് ഒപ്പിട്ട് പഠിപ്പിച്ച് തന്ന്, എന്നെ ഇരുത്തി എന്നെ ഒപ്പിടിപ്പിച്ച് പഠിപ്പിച്ചിട്ട് പറഞ്ഞ് കിട്ടോളാൻ. അതൊക്കെ ഒപ്പിട്ട് കാണിച്ചത് നിനക്കത് ഇല്ലില്ല, പിന്നെ കാണിച്ചു തരാം. അടാ ഭാവി, പിന്നെ വാപ്പ അങ്ങനെ ഒപ്പിട്ട് ഒപ്പ് കണ്ടിട്ടില്ല, ഓർമ്മയില്ല. ഇതിനല്ലായിരുന്നു ഇട്ട് തരുന്നേ എക്സാമിന് മറ്റേ ഇവിടെ സ്കൂളിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് സുവോളജി ഓണപരീക്ഷയ്ക്കാന്ന് തോന്നുന്നു. സുവോളജിക്ക് 4 മാർക്ക് 40-ലെങ്ങാണ്ട്, വെറും 4 മാർക്ക്. ബോട്ടണിക്ക് 8 മാർക്ക്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇല്ല, എനിക്കും ബാബായിക്കും ടീച്ചർ ഏതാണ്ടൊക്കെ പറഞ്ഞു. വാപ്പിച്ച നമ്മളെ സ്കൂളിലൊന്നും വന്നു വാപ്പിച്ച നമ്മളെ പറ്റി ഒരു മനുഷ്യരുടെ അടുത്ത് കുറ്റമൊന്നും പറയത്തില്ല. എന്തുണ്ടോ പുള്ളി പറഞ്ഞ് തീർക്കും, അടിച്ചു തീർക്കും, അതോടെ കഴിഞ്ഞ്. അല്ലാതെ സ്കൂളിൽ വന്നിരുത് അവള് പഠിക്കത്തില്ല, അവൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെയൊന്നും വാപ്പിച്ചെന്ന് പറയത്തൊന്നുമില്ല. വാപ്പിച്ച വന്നു, ഒപ്പിട്ടു, പോയി. അന്ന് വാപ്പിച്ചയ്ക്ക് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ. അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. വാപ്പായ്ക്ക് പ്രഷർ കുറയും, എന്തോ സംഭവം, നെഞ്ചുവേദന എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇത് എന്റെ കൂട്ടുകാരിയാണ് ദേവിനറിയാം. അപ്പൊ ദേവിന് അമ്മ ചോദിക്കുവാണേ, വാപ്പ ഒപ്പിടാൻ വന്നായിരുന്നോ സ്കൂളിൽ നിന്ന്? പിന്നെ ഇരിക്കുന്നത് ഇനി അതുകൊണ്ടെങ്ങാണോ ആണോ. മമ്മി പണ്ട് ഒപ്പിടാമെന്ന് പറഞ്ഞു. ഒരു ദിവസം കുഞ്ഞായും കൊച്ചാമ്മയോട് വന്ന് ഇങ്ങനെ സ്കൂളിൽ നിൽക്കുന്നു. കൊച്ചാമ്മയുടെ കൂടെ ചില സമയത്ത് കുഞ്ഞായും ഉമ്മച്ചായൊക്കെ സ്കൂളിൽ വരും. ആ ദിവസം എന്റെ ജീവിതത്തിൽ എനിക്കാണെന്ന് വിറയ്ക്കേണ്ട ദിവസമാണ്. കാരണം നമുക്ക് ടീച്ചർമാരൊക്കെ മുമ്പ് നമുക്ക് ഭയങ്കര നിലയും വിലയാണേ. എന്റെ ടീച്ചർമാർ എല്ലാം എന്നെ ഇതുവരെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. സുവോളജി ടീച്ചറിനെ ഒഴിച്ച് ആ ടീച്ചറിനെ ഇഷ്ടമല്ല. എനിക്ക് ടീച്ചറിന് ഇഷ്ടക്കുറവൊന്നുമില്ല. ആ ടീച്ചർ മാത്രമേ ഉള്ളൂ എന്നെ പറ്റി പഠിക്കത്തില്ലെന്ന് പറയുന്നത്.
എനിക്ക് പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ബയോളജി ടീച്ചർ വെച്ച് എനിക്ക് ആ സൂളജി ടീച്ചർ എന്ത് സംഭവം അറിയോ? +1 ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ചത്. ഞാൻ +1 വന്നപ്പോഴത്തേക്ക് മുഴുവൻ ഇംഗ്ലീഷ്. നമ്മൾ ഈ ഇംഗ്ലീഷായിട്ടൊന്ന് സെറ്റായി വരുന്ന സമയത്ത് +2 ആയി. ഉടനെ +1 ടീച്ചർ എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ എന്തോ ബോധമില്ലാത്ത എന്തോ ഒരു മണ്ടത്തിൽ ഉത്തരം പറഞ്ഞ്. അപ്പോൾ ഈ ടീച്ചർ എന്നെ കളിയാക്കി. എനിക്ക് അതോടുകൂടി എനിക്ക് ആ ടീച്ചറിനോടുള്ള ഇഷ്ടം പോയി. അതിനുശേഷം എനിക്ക് ഈ ടീച്ചറിനെ എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ടീച്ചേഴ്സിനോട് ഇഷ്ടം ഇല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അതോടുകൂടി ഞാൻ ഈ പഠിക്കുന്ന ആ സബ്ജക്റ്റ് പഠിക്കുന്നത് ഞാനങ്ങ് നിർത്തി. എനിക്ക് ബയോളജി ഇഷ്ടമല്ലായിരുന്നു. ഞാൻ +1 +2 ബയോളജി സയൻസാണ് പഠിച്ചത്. എൻ്റെ വീട്ടുകാരെല്ലാം ഇവിടെ നിർബന്ധിച്ച് പഠിപ്പിക്കുക. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് എന്താ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം? കമ്പ്യൂട്ടർ സയൻസ്. അതിനും കോമഡി അത്. പിന്നല്ലേ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി ബയോളജി സയൻസ് എങ്കിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. എന്തിനകത്തെന്താ ബയോളജിയും കമ്പ്യൂട്ടറും മാറത്തുള്ളൂ, ബാക്കിയൊക്കെ ഒരുപോലെ. ഫിസിക്സ് ഒന്നും എനിക്കൊരു തേങ്ങ അറിയത്തില്ല. കമ്പ്യൂട്ടർ സയൻസിന്റെ മോട്ടിക്കടെ ക്ലാസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുവാ, എനിക്ക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമാണ്. ബയോളജി സയൻസ് ഇഷ്ടമല്ലായിരുന്നു. ബയോളജി ഇഷ്ടമല്ലായിരുന്നു, ഫിസിക്സ് ഇഷ്ടമല്ലായിരുന്നു, ബാക്കിയൊക്കെ ഓക്കെ. ബാക്കി എന്തോ ഉള്ള കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഫിസിക്സ് ഇഷ്ടമല്ലായിരുന്നു, ബയോളജി ഇഷ്ടമല്ലായിരുന്നു. ബയോളജിക്കകത്ത് തന്നെ സുവോളജി എന്നൊക്കെ ഇല്ലേ? സുവോളജി കൊണ്ട് ബോട്ടണിയുണ്ട്. അപ്പൊ അതിനകത്ത് 2 2 ടീച്ചേഴ്സ്. അപ്പൊ ഈ സുവോളജി ഈ ടീച്ചറിനെ എല്ലാ ദിവസവും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഡെയിലി എന്നോട് ചോദ്യം ചോദിക്കും. ഞാൻ ആ 2 കൊല്ലത്തിൽ ആകെ മൊത്തത്തിൽ 10 തവണയാണ് ഉത്തരം പറഞ്ഞു കാണും. അത് എൻ്റെ കൂടെ ഇരിക്കുന്ന പിള്ളേരെനിക്ക് ഉത്തരം പറഞ്ഞു തന്നാൽ മാത്രം, അല്ല ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ടീച്ചറിനെ അറിയാം ഞാൻ പറയത്തില്ലെന്ന്, അതുകൊണ്ട് മാത്രം ചോദിക്കും. പക്ഷെ ടീച്ചറിനോട് ചോദിക്കും. അതൊക്കെ എൻ്റെ ഹിന്ദി സാറ്. എനിക്ക് വായിക്കാൻ അറിയാം, പക്ഷെ ഞാൻ തപ്പൂന്ന് സാറിന് അറിയാവുന്നുണ്ട്. 1-2 പ്രാവശ്യം സാറിനെ വായിപ്പിച്ചിട്ടുണ്ട്, ടീച്ചറിനെ എന്നെ വായിപ്പിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ഞാൻ ഈ ആൻസർ ഒക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ആദ്യത്തെ 2-3 ലൈനൊക്കെ സമ്മറി പറയാൻ പറയും. ഒരു ചാപ്റ്റർ മൊത്തത്തില് പിള്ളേരെ മൊത്തം പറയിപ്പിക്കും. എന്നെ കൊണ്ട് ആദ്യം ഇത് ഇത്രയും വരുമ്പോഴത്തേക്ക് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞ സാറേ ഞാൻ ബാക്കി എനക്കറിയായിരുന്നു. ടീച്ചർ അങ്ങനെയാണേ. ടീച്ചറാണെങ്കിൽ എന്നെ ബാക്കി ടീച്ചർമാർക്കാർക്കും എന്നെ പറ്റി പറയാൻ കുറ്റങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ നല്ല കുട്ടിയാണല്ലോ. ആണല്ലോ. അല്ല ഈ കഥ ചോദിച്ചോട്ടെ, ഈ വള്ളിയും പിടിച്ച് കിടക്കുന്ന ഇയാൾക്ക് ഇങ്ങനെ ഇത്ര നല്ല കുട്ടി എന്നുള്ള സംഭവമുള്ളേ? ഞാൻ വള്ളി പിടിക്കുന്ന നാട്ടുകാരെ അറിയുന്നില്ലല്ലോ, ടീച്ചർമാരറിയത്തില്ലല്ലോ. ഞാൻ ഏതോ ഒരു പയ്യൻ എന്തോ ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ ടീച്ചറിനോട് പറയാൻ ടീച്ചർ ചോദിച്ചു, നിന്റെ വായിലെന്തോ, നീ അവനെ പഠിക്കാൻ എന്താണ് എന്നോട് ടീച്ചർ ചോദിച്ചേ. എൻ്റെ ടീച്ചറൊക്കെ നൈസായിരുന്നു. അപ്പം നിങ്ങൾക്ക് അച്ഛനും അമ്മയും PTM വരുമ്പോൾ പേടിയുണ്ടോ? ഉണ്ടായിരുന്നു. അച്ഛൻ വരുന്നതായിരുന്നു, അമ്മ വരുന്ന ഇഷ്ടം? എനിക്ക് ചേച്ചിയോ ചേട്ടനോ അല്ല, എനിക്ക് ഇവര് വരുമ്പോ എനിക്ക് അടി കിട്ടുമെന്ന് എനിക്ക് അറിയാമെന്നുണ്ടെങ്കിലും ഇവരെ വിളിച്ചോണ്ട് പോകും. എന്താണെന്നറിയോ? വെറുതെ